മൂത്ത മകനായ അഖിൽ കോലിയക്കോട് സ്കൂളിൽ ചേർത്തു. പക്ഷേ അവനവിടെ ഒരു സന്തോഷവും ഉണ്ടായില്ല. മറ്റു കുട്ടികൾ സംസാരിക്കുന്നത് പോലെ അവന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. വാക്കുകൾ ഇടറിപ്പോകും, വിക്കുവരും. കുഞ്ഞുങ്ങൾ ചിരിച്ചു, കളിയാക്കി, അവനെ പരിഹസിച്ചു. ഓരോ ദിവസവും അവൻ്റെ കുഞ്ഞു ഹൃദയം കൂടുതൽ തകർന്നുകൊണ്ടിരുന്നു. ഞാനിനി സ്കൂളിൽ പോവില്ല, അവൻ വാശി പിടിച്ചു. അമ്മ പല ആശുപത്രിയിലും കയറി ഇറങ്ങി, ഡോക്ടർമാരെ കാണിച്ചു. വിക്കാണ്, പതിയെ മാറിക്കോളും. പക്ഷേ മാറിയില്ല. അവൻ്റെ കുഞ്ഞു മനസ്സിൽ നിരാശ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. അവൻ ഉള്ളിൽ ഒരു തീരുമാനമെടുത്തു. അമ്മയുടെ അസുഖം ഗുരുവല്ലേ മാറ്റിയത്, എങ്കിൽ എൻ്റേതും മാറും. 6 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ വിശ്വാസം അത്രയേറെ ആഴത്തിലായിരുന്നു. ഒറ്റയ്ക്ക് തന്നെ ഗുരുവിനെ കാണണം. ഒരു വലിയ ധൈര്യം എവിടുന്നോ അവൻ സമ്പാദിച്ചു. എല്ലാവരോടുമൊപ്പം വെക്കേഷൻ കർമ്മത്തിനായി ആശ്രമത്തിലെത്തി. ഒരു ദിവസം അവൻ ഒറ്റയ്ക്ക് ഗുരുവിൻ്റെ മുറിയിൽ കയറി. തടഞ്ഞ് എങ്ങനെയോ കുറച്ച് കുഞ്ഞു വാക്കുകൾ അവൻ പറഞ്ഞു. ഗുരുവേ, എനിക്ക് ഭയങ്കര വിക്കാണ്. ഗുരു അവനെ നോക്കി ചിരിച്ചു. അതിന് ഞാൻ എന്ത് ചെയ്യും മോനെ? കുഞ്ഞിൻ്റെ കണ്ണുകൾ തിളങ്ങി അത് കേട്ട്. ഉറച്ച മനസ്സോടെ അവൻ പറഞ്ഞു, ഗുരു, എനിക്ക് ഭസ്മം തന്നാൽ മതി, അത് മാറിക്കോളും. ഗുരു വീണ്ടും ചോദിച്ചു, ഭസ്മം കഴിച്ചാൽ അതെങ്ങനെ മാറും? കുഞ്ഞ് ഒരു നിമിഷം പോലും സംശയിച്ചില്ല, മാറും. അത് വിശ്വാസത്തിൻ്റെ ശുദ്ധമായ ശബ്ദമായിരുന്നു. അപ്പോൾ ഗുരു തൻ്റെ ഷോളിങ് മാറ്റി 2 കൈകളും കൊണ്ട് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അന്ന് കുഞ്ഞിൻ്റെ മുടി പൊങ്ങി നിൽക്കുകയായിരുന്നു. ഗുരു അവൻ്റെ മുടിയിഴകളിൽ സ്നേഹത്തോടെ തലോടിയിട്ട് പറഞ്ഞു, ഇവൻ്റെ മുടിയും കൂടി ശരിയാവാനുണ്ട്, കുഴപ്പമില്ല, അതും ശരിയാവും. പിന്നെ ഗുരു വിളിച്ചു, ഒരു പതി ഭസ്മം അവന് കൊടുക്കുക. അമൃതജനനി ഭസ്മമെടുത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ നൽകി. അവൻ ഒരു നിധി കിട്ടിയതുപോലെ നെഞ്ചോടത്ത് ചേർത്ത് പിടിച്ചു. ഒരു കുഞ്ഞു ഹൃദയം അന്ന് വിശ്വാസത്തോടെ നിറഞ്ഞു. വെക്കേഷൻ കഴിഞ്ഞ് കോലിയക്കോട് സ്കൂളിൽ അഖിലെത്തിയത് ഒരു പുതിയ കുട്ടിയെപ്പോലെയായിരുന്നു. വാക്കുകൾ ഒഴുകി, വിക്കില്ല, മുടിയുടെ മുനമ്പില്ല. അവനെ കളിയാക്കിയവർ വാപൊളിച്ചു നിന്നു. അധ്യാപകരുടെ കണ്ണുകളിൽ അത്ഭുതം, കുട്ടികളുടെ മനസ്സുകളിൽ നിശബ്ദം. ഒരു കുഞ്ഞിൻ്റെ വിശ്വാസം ഒരു ഗുരുകൃപയായി അവിടെ ലോകത്തിനു മുമ്പിൽ സാക്ഷ്യമായി മാറി.